യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുസഫയിലാണ്. And as we all know that Musaffa is known one of the biggest industrial area in Abu Dhabi, or we can say in UAE itself. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് ടയർ കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നൈനാൻ ഡാനിയൽ. Tire Care is one of the major suppliers of tires in Abu Dhabi, and they are one of the most known companies related to tires here. അദ്ദേഹം എന്ന് പറയുമ്പം 1999 യു എയിലേക്ക് എത്തുന്നത്. ഫ്രം 99 till 2021 എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം തന്നെയാണ്. ആ ഒരു ടൈമിലുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് വാട്ട് എവർ എക്സ്പീരിയൻസ് ഹി ഹാസ് ഗെയിൻഡ് ആസ് എൻ എക്സ്പാറ്റ്. How was the life? How's the business? How he has overcome all the ups and downs which he had faced. അതൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. അതിൻ്റെ മുന്നേ ഞാൻ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ സർ. ഹലോ. ഹായ്. How are you doing, sir? Good, doing good. 1999 തുടങ്ങിയ ഒരു ജേർണി ആണല്ലേ? അതെ. എങ്ങനെയായിരുന്നു സർ ആ ഒരു തുടക്കം ഉണ്ടായത് 1999? 1999 ഞാൻ ഇന്ത്യയിൽ നിന്ന് ദുബൈയിലെത്തുന്നത്, യു എയിലെത്തുന്നത്. ഞാൻ അവിടെ നാട്ടിൽ MRFൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലി വിട്ടതിന് ശേഷമാണ് യു എയിലെത്തുന്നത്. അവിടെ ആദ്യം ഞാൻ ഒരു കമ്പനി അൽഡബോവി ടയർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ദുബൈയിൽ ജോലി ചെയ്തു. അത് 2.5 years 3 years ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അബുദാബിയിൽ ഞാൻ സ്വന്തമായിട്ട് ടയർ റീട്രേഡിംഗ് ബിസിനസ്സുമായിട്ടാണ് ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത്. എന്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് MRFലാണ്. So I was with 12 years with MRF. 12 years. അപ്പോൾ ആ 12 yearsന്റെ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടാണ് അതെ ടയർ അബ്രോഡിൽ വരുന്നത്. അതെ അപ്പോൾ അവിടെ എന്ത് വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ടയർ ഇൻഡസ്ട്രിയിൽ, ടയറിലെ സെയിൽസിൽ തന്നെയായിരുന്നു. MRFൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പല ഏരിയകളിൽ, പല സ്ഥലങ്ങളിൽ ടയർ സെയിലും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് അവിടെ ഒരു 12 years അവിടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യു എയിലേക്ക് വരണമെന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് മനസ്സിൽ വരുന്നത്? ആസ് യൂഷ്വൽ നമ്മുടെ അറിയാമല്ലോ, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എല്ലാം നമ്മളുടെ നാട്ടിലെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇൻകത്തിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം MRFിലൊക്കെ നല്ല ജോലിയും നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലും ഒക്കെ ഉണ്ടായിരുന്ന ജോലിയായിരുന്നെങ്കിലും അല്പം കൂടെ ഒരു എക്സ്പോഷർ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി മോണിറ്ററി ബെനിഫിറ്റ് നോക്കിയിട്ടാണ് യു എയിലോട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഏത് എമിറേറ്റിലായിരുന്നു? ആദ്യം വരുന്നത് ദുബൈയിൽ തന്നെ. ദുബൈയിൽ ആദ്യം ഞാൻ ജോലി ചെയ്തിരുന്നത് ഇതേപോലെ തന്നെ MRFിൻ്റെ ഏജന്റ് ആയിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ പേര് അൽഡബോവി ടയർ കമ്പനിയാണ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തത്. വിദേശ രാജ്യമാണ്, ഇവിടുത്തെ ഫസ്റ്റ് ജോബാണ്. വി ആർ ന്യൂ ടു ദിസ് ലാൻഡ്. ആ ഒരു ടൈമിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു സ്ട്രഗിൾ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് അത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ അറിയാത്ത ഒരു രാജ്യത്തോട്ട്, അറിയാത്ത ഭാഷ, പിന്നെ ആകെ അറിയാവുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ടയർ മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി രാജ്യം അറിയത്തില്ല. ഒന്നും അറിയാതെ ആ ഒരു കണ്ടീഷനിലോട്ടാണ്. മാത്രമല്ല നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി സക്സസ്ഫുൾ. ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടിരുന്ന ഒരു ലെവലിൽ നിന്ന് പെട്ടെന്ന് ഇവിടോട്ട് വന്ന് ജോലിയില്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ജോലി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊരു വലിയൊരു മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുമായിട്ടാണ് ആദ്യം വരുന്നത്. ആദ്യം വന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ അൽഡബോവി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇറ്റ് വാസ് എ ബിഗ് സ്ട്രഗിൾ ഇൻ ദ സെൻസ് നമ്മൾ ഭാഷ അറിയാൻ വയ്യാതെ അവസ്ഥയുണ്ടായിരുന്നു, സ്ഥലങ്ങൾ അറിയില്ലായിരുന്നു. ഇതെല്ലാം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പഠിക്കണം. അതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആദ്യം ഏൽപ്പിച്ചത് തന്നെ. അവർ ഈ അൽഡബോവി എന്ന് പറയുന്ന കമ്പനി അവർ എക്സ്പോർട്ട് മാത്രം ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു കമ്പനി സഡൻലി നമ്മളെ ലോക്കൽ മാർക്കറ്റിലെ സെയിലിന് വേണ്ടിയാണ് നമ്മളെ അവിടെ ആവശ്യപ്പെടുന്നത്. അത് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു വലിയ ചലഞ്ചുള്ള കാര്യമായിരുന്നു. കാരണം നമുക്ക് അറിയാൻ വയ്യാത്തൊരു മാർക്കറ്റായിരുന്നു. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. The amount of training what we got in MRF
that was more than enough to overcome any competitive market anywhere in the world. നമ്മളൊക്കെ 24/7 ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് we have worked very hard to get a good name in the company. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ they immediately recognized us. If you are hard working, definitely they will. Yes. So I remember ആദ്യം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ദുബായ് ഫിഷ് റൗണ്ടിൻ്റെ അടുത്തായിരുന്നു അവരുടെ ഓഫീസ്. പക്ഷേ എൻ്റെ അക്കോമഡേഷൻ ആദ്യം വന്ന സമയത്ത് ഞാൻ അജ്മാനിലായിരുന്നു. So Ajman, daily 6 o'clock I get up and then catch 2 cab and come Dubai. 7:30, 7:45 used to come there in the office. So it was then they all recognized me immediately. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ആയാലും ഏത് എൻവയൺമെൻറ്റിലായാലും യു ഗെറ്റ് റെക്കഗ്നൈസ്ഡ് വെരി ഫാസ്റ്റ്. സോ ദാറ്റ് വാസ് ദ ബിഗിനിങ്. So if today you ask me, within 2 years I could able to know entire tire market of UAE. I worked in Ras Al Khaimah, I worked in Fujairah, I worked in Sharjah, Dubai, Abu Dhabi. എല്ലാ എമിറേറ്റ്സിലും നമ്മൾ ഈ 2 വർഷം കൊണ്ട് തന്നെ I covered it. I worked and I met almost all the dealers. So you gained a good experience. Good exposure there. So that give you a confidence, Right. When you know how the market is, how the people are, then obviously number confidence. And you know the product very well. So I have from MRF you know the product very well. Even today, now I go and meet whoever big the customer is. I can go and meet him and talk about tire. So because you know the product very well. Because of the knowledge of the product. You can go and meet anybody. Right. And plus, ഈ കൺട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട്, they encourage business. Exactly. You have seen the environment in India and you seen the environment here. Here, the approach is always positive approach for any new entrepreneur. When he comes here, even government, the officials, all will support you to grow you in business. So everybody will support you. And there is no everything is transparent. So tire care start ചെയ്യണം, ഒരു സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്? സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് നമുക്ക്. അപ്പോൾ ഇപ്പോഴും അതിന് തടസ്സമായിട്ട് നിന്നത് നമ്മുടെ ഫിനാൻസാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ടയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു ബിസിനസ്സാണ്. അതുപോലെ റിട്ടേൺസ് കുറവുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വേറെ ആരുടെയും സഹായമൊന്നും സ്വീകരിച്ച് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷേ ഒരു ബിസിനസ് എങ്ങനെയും ചെയ്യണമെന്ന് ഉള്ള താല്പര്യം വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുവന്നു. ഇവിടെ എൻവയൺമെൻറ്റും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് കണ്ടതുകൊണ്ട് ഐ ജംപ്ഡ് into business. ഇൻഡിപെൻഡന്റ് ആയി തന്നെ തുടങ്ങാം എന്നുള്ള തീരുമാനം തന്നെയാണ്. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ, ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഫിനാൻസ് ഓൺലി, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ രീതിയിൽ ആരുണ്ടായിരുന്നു? other than family, I have അത് അവരെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ സ്പോൺസർ, പുള്ളിയുടെ പേര് മുഹമ്മദ് റാഷിദ് അലി അൽ സാബി. സോ ഹി ഹെൽപ് മീ എ ലോട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ബിജു വർക്കി. These are the 2 people outside from other than family members who helped me to set up this business. ഇപ്പം ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവമല്ലാതെ ഈ 2 പേരോടാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർ ഹി ഹെൽപ് മീ ഇനിഷ്യലി എക്യുപ്മെൻറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സഹായം വേണ്ടപ്പോൾ ഹി ഗിവൻ ഹിസ് പ്രോപ്പർട്ടി ഫോർ പ്ലഡ്ജിങ് ഇൻ ദ ബാങ്ക്. ആൻഡ് ദെൻ ദ ബാങ്ക് സപ്പോർട്ടഡ് us. And Biju has initial working capital support എല്ലാം തന്നത് ബിജു വർക്ക് ചെയ്യുക. ഈസ് എ ഫാബ്രിക്കേറ്റർ ഹിയർ. നൗ ഈസ് ഹിയർ ഓൺലി. സോ അങ്ങനെ ആ 2 പേരാണ്. പറഞ്ഞില്ലേ, ദൈവം പലപ്പോഴും പലയിടത്തും നമ്മൾ പലതും മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. Through people he have helped. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ബന്ധക്കാരോ സ്വന്തക്കാരോ ഒന്നും ഒരുപക്ഷെ നമ്മളെ ഇത്രയും സഹായിച്ചിട്ടുണ്ടാവില്ല. അൺനോൺ ആയിട്ടുള്ള ചെറിയൊരു പരിചയത്തിൻ്റെ പുറത്ത്, നമ്മളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് they helped us, helped me. That is how hair care വരുന്നത്. Yes. Initial stageൽ എന്തൊക്കെ struggles ആണ് സർ ഫേസ് ചെയ്തിരുന്നത്? ഇനിഷ്യൽ ടൈമിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. There's a lot of difference.
you are working under some banner and running your own business is a sea and land into വ്യത്യാസം. Yeah, right. അപ്പം starting from when you are a single entrepreneur, small entrepreneur, you have to manage everything. You have to be an accountant, you have to be a salesman, you have to be administrator, you have to be a driver. Everything, yes. You should be ready to do all this initially. ഞാൻ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ 310 പിക്കപ്പ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഡ്രൈവറില്ല. സോ കമ്പനിയിൽ നിന്ന് ഡെലിവറി തന്ന് നമ്മുടെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഡ്രൈവർ വാസ് സപ്പോസ് ടു ജോയിൻ മീ ആഫ്റ്റർ 3 days. സോ ഫസ്റ്റ് 2 days ഐ വാസ് ഡ്രൈവിംഗ് ദ വെഹിക്കിൾ. സോ ഇനീഷ്യലി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫോർ എമർജൻസി സർവീസസ് അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജസ് ഒക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് തന്നെയാണ്. വെൻ ഐ വാസ് സ്റ്റാർട്ടിങ് ദ ടയർ ഇൻഡസ്ട്രി, എൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇവിടെ ഏകദേശം ഒരു 4000-ലധികം ടയറിൻ്റെ ലൈസൻസ് മുസാഫിൽ തന്നെ ഉണ്ട്. സോ ദെൻ ഇനിഷ്യലി ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, we have no experience. I have experience, but I have no big finance with me. And this all people were more than 40-45 years old ആയിട്ടുള്ള ഷോപ്സും എസ്റ്റാബ്ലിഷ്മെന്റ്സും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ ആഫ്റ്റർ കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്നുള്ള ഞാൻ അന്ന് തിങ്ക് ചെയ്തിരുന്നു. പക്ഷേ ആഫ്റ്റർ so many years I sit back and നമ്മൾ ചിന്തിക്കുമ്പോൾ we have grown a lot. Yes. We are the leading tire supplier in all the institutions in Abu Dhabi. Yeah. ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടയർ ഡിസ്ട്രിബ്യൂട്ടറിൽ ഒരാളെന്ന് പറയുന്നത് നമ്മളാണ്. ഏറ്റവും ടോപ്പ് റെസ്പെക്റ്റഡ് ടയർ ഡീലർ എന്ന് പറയുന്നത് ഉള്ള ഒരു പേര് നമുക്ക് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഈ ഒരു പേര് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ബാക്കിൽ കുറെ ഡെഡിക്കേഷൻ, കുറെ ഹാർഡ് വർക്ക്, കുറെ പേരുടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു പേര് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആ ഒരു ജേർണി എങ്ങനെയാണ് അവിടം വരെ ടയർ കെയറിനെ എത്തിച്ചത്? ട്രൂ. ഒരു കുട്ടിയെ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെ ജനിച്ചു വീഴുന്നത് തൊട്ട് വളർന്ന് ഒരാളാക്കുന്നത് വരെയുള്ള ഒരു എഫേർട്ട് പോലെ തന്നെ ഒരു ഓർഗനൈസേഷനും ഗ്രൂം ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട്, ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരികെ കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷന് ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്ന ഗുഡ് വില്ലാണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം റൈറ്റ് ഫ്രം ദ ഡേ വൺ നമ്മൾ ആരുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു ഹോണസ്റ്റി എപ്പോഴും അവരോട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ആ ഹോണസ്റ്റി ഉണ്ടായിരിക്കും. നമ്മൾ സർവീസ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കും. വി ഗിവ് എ ഡീസൻറ്റ് പ്രൈസ് ആൻഡ് വി ഗോ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് വി ഗോ ടു ദ എൻഡ് ടു സപ്പോർട്ട് എ കസ്റ്റമർ. ഒരിക്കൽ നമ്മുടെ ഇന്ന് ടയർ വാങ്ങിയിട്ടുള്ളവർ, അത് ഇൻഡിവിജ്വൽ കസ്റ്റമർ ആയിക്കോട്ടെ കമ്പനികളായിക്കോട്ടെ, ദേ വിൽ നെവർ ലീവ് അസ്. ഈവൻ നമ്മളുടെ ഇപ്പം ഗൂഗിൾ സൈറ്റിൽ ചെന്നിട്ട് ഗൂഗിളിൽ കമൻറ്റ് ഇടുന്നവരായാലും നമ്മളെ നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരെല്ലാം ഞാൻ വിളിക്കാറുണ്ട് തിരിച്ച്. എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നവരോടായാലും വെളിയിലുള്ള കസ്റ്റമറോടായാലും ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനായാലും വി ഓൾവേസ് മെയിൻറ്റെയിൻ എ ഹോണസ്റ്റി ടുവേർഡ്സ് ദ കസ്റ്റമർ ആൻഡ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ബിക്കോസ് കസ്റ്റമേഴ്സ് ആർ പ്രയോറിറ്റി. ഇപ്പോൾ സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, എന്നാലേ അവർ തിരിച്ചു വരുള്ളൂ. ബിക്കോസ് ഈ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് അത് വളരെ ആവശ്യമാണ്. സോ ഇഫ് യു ആർ ലൈക്ക് ഗിവിംഗ് എ ഗുഡ് സർവീസ്, ഡെഫിനറ്റ്ലി ദേ വിൽ ഡു ദാറ്റ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോഴും നല്ല ഒരു ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് തന്നെയാണ് ഏതൊരു ബിസിനസിന്റെ വിജയം അവർ തന്നെയാണ്. ഈ ഒരു ബിസിനസ്സിൽ ഇവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയുണ്ട്, എത്രമാത്രം സപ്പോർട്ട് ചെയ്യാറുണ്ട്? ഓഫ്കോഴ്സ് എംപ്ലോയി ആൻഡ് ദെൻ എൻ്റെ ഈ ഗ്രോത്തിൽ ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ടിനെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. ബിക്കോസ് മൈ വൈഫ് വാസ് ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് മീ ആൻഡ് ഈവൻ ചിൽഡ്രൻ ദെയർ. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അതൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും വി ആർ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഒരു കമ്പനി റൺ ചെയ്യുന്ന ആൾക്ക് ദെയർ ലോട്ട് ഓഫ് പ്രഷേഴ്സ്. സോ യു ഹാവ് 24/7 അറ്റൻഷൻ ഫോർ ദ കമ്പനി. അപ്പോൾ അതൊക്കെ ഫാമിലിയിൽ അത്രയും ടൈമൊന്നും നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ആൻഡ് ഷീ വാസ് ഓൾസോ വർക്കിംഗ്. അപ്പം ചിൽഡ്രൻ ഓൾസോ ഗോട്ട് അഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. പിന്നെ എംപ്ലോയീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ സെറ്റ് ഓഫ് വെരി ലോയൽ എംപ്ലോയീസ്. രണ്ടാമത്തെ നമ്മൾ കസ്റ്റമേഴ്സിനെ പോലെ തന്നെ നമ്മളുടെ ഓരോ എംപ്ലോയിയെ നമ്മളൊരു ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. വി ട്രീറ്റ് ദം വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. വി സെലിബ്രേറ്റ് ദെയർ ബർത്ത്ഡേസ്. We celebrate all festivals together. We had every year we have a Onam Sadhya for even Punjabis sitting on the floor and have together. Yes,
Pakistan is sitting there for Onam treat, Right. and Easter, Diwali, Everything. everything we celebrate together. Together. And every problem of an employee at his home, we company take care of it. We support them. Yeah. We support them. If you take the labor turnover, ആൾക്കാർ വിട്ടുപോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, unless and until they have a problem, wanted to go back to India or Pakistan or the rest of the place, they go. Otherwise nobody leaves us and go. Yeah. അങ്ങനെ നമ്മളൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എംപ്ലോയർ റിലേഷൻസ് ആണ് ഞാൻ പറയാറുണ്ട്. Our company is an equal opportunity company. Right. You are from Pakistan, you are from India, you can be from Nepal, but anywhere. What you contribute to the company, for the growth of the company will be valued. Right. No, we don't look at your religion, we don't look at your motherland. No, what you contribute to the company is the yardstick for your remuneration. Yeah. That is what UAE is teaching us day by day. Yes. അവർക്കും on the basis of caste, religion, ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ഒഫീഷ്യൽസ് ഒക്കെ UAE ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എമൗണ്ട് ഓഫ് പേഷ്യൻസ് അവർക്കുള്ളത്. കാരണം 160 കൺട്രീസ് നേഷൻസിനുള്ള സിറ്റിസൻസിനെ അവരൊരു ദിവസം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും ബിഹേവിയർ തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളവരെയൊക്കെ ഇപ്പോൾ പോലീസ്, അതുപോലെ ഇമിഗ്രേഷനിൽ ഇരിക്കുന്നവർ, they have seeing different nationality at a time. Yeah. And you have to behave accordingly to each and every nationality. Right. അതൊക്കെ അവർ ചെയ്ത് വളരെ എത്രയോ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് അവരത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ we take care of all our staff like our family member. Yeah. So that is staff is one of our greatest asset. So നാട്ടിൽ മാവേലിക്കരയാണ്. അതെ. കല്യാണം കഴിച്ചേക്കുന്നത് കായംകുളം. വൈഫിന്റെ പേരെന്താണ്? സരീന കോശി. ഓക്കെ. എത്ര മക്കളുണ്ട്? 2 പേര്. എന്താണ് പേര്? മോളാണ് മൂത്തത്. മോളുടെ പേര് നമിത ആനി നൈനൻ. ഓക്കെ. എന്ത് ചെയ്യുന്നു? മോളിപ്പം BArch കഴിഞ്ഞു. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ കൺസൾട്ടൻസി കമ്പനി ആസ് ആൻ ആർക്കിടെക്ട് in India. So she is stuck there, Okay. And my son, the younger one, his name is Prajot Nainan Tekethalekal. Tekethalekal is our house name. Okay. And he is in 12th standard. He is studying in Gems United Indian School. Sir, father Air Force ലായിരുന്നു. അതെ. And mother was a housewife, homemaker. So father നല്ല strict ആയിരുന്നു. How was the childhood life? Father strict ആയിരുന്നു. But he was working a different part of India in different Air Force stations. ഞങ്ങളൊരു 4-5 ക്ലാസ് ആയപ്പോഴത്തേക്ക് നാട്ടിൽ വന്നു. പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഗാർഡിയനും ഫാദറും മദറും എല്ലാം മദർ തന്നെയായിരുന്നു. So she was very strict. She was very strict. She have a rule for everything. Even ഇപ്പം ഇന്നലെ ഞാൻ തന്നെ വൈഫിനോട് പറയുകയും ചെയ്തു, ഷീ ഹാസ് എ റൂൾ ഫോർ എവറിഥിങ്. പുള്ളിക്കാരി വിശ്വസിച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പുറത്ത് അത് എൻഫോഴ്സ് ചെയ്തിരിക്കും. ഒത്തിരി കോഡ് ഓഫ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഗോയിങ് ടു ദ ചർച്ച് ഓൺ സൺഡേ, ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്, ഈറ്റിംഗ്, യു ഷുഡ് ഈറ്റ് ദിസ്, യു ഷുഡ് ഡു ദിസ്, യു ഷുഡ് റെസ്പെക്ട് എൽഡേഴ്സ്. ഈ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ നിങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ദർ ഇസ് എ പണിഷ്മെന്റ്. So that was there. My father was a very tough person, but very friendly also. ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്ന ആരാണ്? പേരൻസിൽ? മദർ തന്നെയാണ്. എന്തൊക്കെ ലൈഫ് വാല്യൂസ് ആണ് നമ്മൾ മദറിൽ നിന്ന് പഠിച്ചത്? മദറിൽ നിന്ന് ഞാൻ ഇന്നലെ തന്നെ ഇപ്പോൾ പറയുകയും ചെയ്തു, റെസ്പെക്ട് എൽഡേഴ്സ്. വൺ തിങ് ഷീ ഓൾവേസ് യൂസ് ടു ടെൽ us, you respect others and believe in God, faith in God. സാറിന് എത്ര സിബ്ലിങ്സ് ഉണ്ട്? എനിക്കൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. എന്താണ് പേര്? പുള്ളിക്കാരിയുടെ പേര് ലാലി തോമസ് എന്നാണ്. She's in India? She's in India. Settled there. Okay. As we were talking about your wife, because ma'am ഇവിടെ തന്നെയാണോ സെറ്റിൽഡ്? നസായുടെ കൂടെ തന്നെയാണല്ലേ? അതെ. ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ട്. Right from the beginning 99 തൊട്ട് പുള്ളിക്കാരി എൻ്റെ കൂടെ ഉണ്ട്. Okay with you. So it's a good thing also. എത്രമാത്രമാണ് മാം ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്തത്? I'm not only talking about the physical thing, mentally ആയാലും നമുക്കൊരു സപ്പോർട്ട് ഫാമിലിയുടെ ആവശ്യമാണ്. അപ്പോൾ എത്രമാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? No, she is a great support. She is a professionally qualified lady. So she is very bright and she is intelligent. So of course she is beautiful. And you should say that. And she supported me. See, she has an opinion in everything.
anything under the sky, she is having an opinion. Yeah. She stand by that. And she advised me, we have a open Discussion. discussion environment where even my son also come and share his opinion. Maybe Right. it is bluntly he say, Yeah. but still that also we discuss and take into Right, consideration. right, She right. is having all opinions. We discuss that. She is having a say in everything. We mutually respect. It is nobody is bigger or smaller. Right. And she is having a lot of experience she was working in a company, and she have been trained in Europe in different institutions by the previous company. That knowledge is also there. Luckily she is with me now 1 year. Yeah. She left the job and then she joined with us Yeah. to give more attention to the company as well as to the family. Right. Now sir, ഈ ബിസിനസ്സിൽ എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻസ്? See, we are, we have now we are in the category of SME. We are growing. We have turnover is also going up. What are the future plans are? We are planning to open in the other Emirates also. That is Next what. emirate will be Dubai or Sharjah? Dubai. Okay. Our presence is not there in Dubai, where we have a lot of customers in Dubai. ഈ രാജ്യം, ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ആ ഒരു സപ്പോർട്ട് എത്രമാത്രം ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ ലൈസൻസ് സോൺ കോർപ്പിലാണ്. ആദ്യത്തെ ലൈസൻസ് ഐക്കാർഡിലെ സോൺ കോർപ്പിലൊക്കെയാണ്. ഇപ്പം ഓരോ സ്റ്റേജസിലും ഓരോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും ഒക്കെ ഉണ്ടല്ലോ. അവിടുത്തെ ഓഫീസേഴ്സും ലോക്കൽസാണ്, എല്ലാം ലോക്കൽസാണ്. അവരൊക്കെ നമ്മളെ എൻകറേജ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും ഓരോ ഇൻസിഡൻസ് ഉണ്ട്. ആ ഇൻസിഡൻസ് ഒക്കെ ഓർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഇറ്റ് ഈസ് ഓൾ അൺബിലീവബിൾ. ദേ സപ്പോർട്ടഡ് അസ് ഇൻ എവറി ഒരിക്കൽ പോലും ഞങ്ങൾ ഇത്രയും വർഷമായി ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യത്തിന് പോലും ഒരു പെനാൽറ്റി ആരുടെ നിന്നും കിട്ടിയിട്ടില്ല. നെയ്തർ ഫ്രം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എമിഗ്രേഷൻ ഓർ മുനിസിപ്പാലിറ്റി, അങ്ങനെ ഒരു ഫൈനായിട്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വി ഫോളോ ദ റൂൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നന്നായിട്ട് ഇപ്പം സോൺ കോർപ്പിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ കെയർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് ഓഫീസേഴ്സിന് അറിയാം. ദേ ഗീവ് അസ് എ ഗുഡ് റെസ്പെക്ട്. ഒരു ഓഫീസറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഖലീൽ അബ്ദുള്ള എന്ന് പറയുന്നത് ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. സോ ഹി വാസ് സോ ഹെൽപ്ഫുൾ. സാറിന്റെ ഇത്ര വർഷത്തെ ഒരു പ്രവാസ ജീവിതത്തിന്റെ എക്സ്പീരിയൻസും ഈ ഒരു ബിസിനസിന്റെ എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ഒരു യങ് ജനറേഷന് വേണ്ടി ഒരു മെസ്സേജ് പറയാനുള്ളത്? There is no shortcut for hard work. Yeah. And then commitment to your work and your involvement. ഈ 3-4 കാര്യങ്ങൾ, ഒന്ന് ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് ഒരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. അത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. ആൻഡ് ഓഫ് കോഴ്സ് ഹോണസ്റ്റി. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഒരു ഹോണസ്റ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊക്കെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ഈസ് ഗ്യാരണ്ടഡ്. ഈ ഒരു പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാർ മനസ്സിൽ സന്തോഷമാണോ? തീർച്ചയായും ഒരു എൻ്റർപ്രനറിനെ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് സാറിന്റെ ഇത്രയും ഒരു ബിസിയായ ഒരു ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വേണ്ടി സമയം തന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സാർ നമ്മളോട് ഷെയർ ചെയ്തത്. We are really thankful and we wish you all the very best for all your ongoing and upcoming ventures. Thank you so much. Thank you very much for your time. Thank you. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നമ്മളോട് കുറേ കാര്യങ്ങളാണ് പങ്കുവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. And according to him, if you are hard working, if you are committed to your work, if you are honest, you just mix these 3 ingredients and then the byproduct you're going to get is success. Yes, as young generation people who are watching this interview, this program, you can implement these things in your life, in your business, in your day-to-day life, and definitely one day, not today, not tomorrow, I'm saying one day, that would be any day, you will definitely become successful. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നമസ്കാരം.